നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇറാനെ സർവ്വതും കൊണ്ട് നാശം കാണിപ്പിക്കും എന്ന ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് ട്രംപ്. പറഞ്ഞുകൊണ്ട് സമയവും തീയതിയും പറഞ്ഞുകൊണ്ട് അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ട്രംപ് എന്ന് വ്യക്തമാവുകയാണ്. ഇറാന്റെ സർവനാശം ഇതാ വരാൻ പോകുന്നു, ഇറാന്റെ ജാതകം കുറിച്ച് ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം. ഹോർമോസ് തുറന്നില്ലെങ്കിൽ ബുധനാഴ്ച പുലർച്ചെ മുതൽ ഇറാനെ നരകതുല്യമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ നീക്കങ്ങൾ നടക്കുകയാണ്. ഇന്നോ നാളെയോ ഇറാൻ വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ് ഈ 48 മണിക്കൂർ സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നത് എന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത്. പ്രകോപനവും ഭീഷണിയും നിർത്തുകയാണ് ആദ്യം വേണ്ടതെന്നാണ് റഷ്യ ട്രംപിനെ ഓർമ്മിപ്പിച്ചത്. മറ്റന്നാൾ പുലർച്ചെ ഇറാനിലെ വൈദ്യുത കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആഞ്ഞടിക്കുമെന്നാണ് ട്രംപിന്റെ താക്കീത്. ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇറാനും രംഗത്ത് വന്നു. നെതന്യാഹുവിന്റെ വാക്കുകേട്ട് ഇറാനെ നരകമാക്കിയാൽ മേഖല കത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അത് മേഖലയെ ഓരോ കുടുംബത്തെയും ബാധിക്കും. ആപത്കരമായ പ്രസ്താവനകൾക്കും യുദ്ധക്കുറ്റങ്ങൾക്കുമെതിരെ ഇടപെടണമെന്ന ഇറാൻ യു എന്നിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ട്രംപിനെതിരെ ആംനസ്റ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. ബുഷേർ ആണവ നിലയത്തിന് നേരെയുള്ള ആക്രമണം ഗൾഫ് മേഖലയെ തകർക്കുമെന്ന റഷ്യയും ചൈനയും മുന്നറിയിപ്പ് നൽകി. അതിനിടെ പൈലറ്റിനെ രക്ഷിക്കാനുള്ള US ഓപ്പറേഷനിൽ 2 വിമാനങ്ങളും 2 ഹെലികോപ്റ്ററുകളും വെടിവെച്ചിട്ടതായി ഇറാൻ അറിയിച്ചു. ഇസ്രയേലിലെ ഹൈഫയിലെ ഇറാൻ മിസൈൽ പതിച്ച കെട്ടിടം തകർന്ന 4 പേരെ കാണാതായി. അതിനിടെ എണ്ണ ഉൽപാദനം കൂട്ടാൻ ഒപെക്കിലെ 8 രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനിൽ നിന്ന് കൂടുതൽ LPG എത്തിക്കാനുള്ള ശ്രമം തുടർന്ന ഇന്ത്യ. ഇറാനിൽ നിന്ന് ഇതുവരെ എത്തിയത് ഒരു LPG ടാങ്കറാണ്. കൂടുതൽ LPG ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ എത്താൻ സാധ്യതയുണ്ട്. ഗ്രീൻ ആശ എന്ന LPG ടാങ്കർ കൂടെ ഹോർമോസ് കടന്നെന്ന വിവരമുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഊർജ്ജ വിതരണത്തിലെ തടസ്സം കാരണം മൊത്തത്തിലുള്ള ഇറക്കുമതി 15% കുറഞ്ഞെങ്കിലും ഫെബ്രുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 90% വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. F-15E യുദ്ധവിമാനം ഈഗിളിനെ വെടിവെച്ചിട്ടതിനെ തുടർന്ന് കാണാതായ പൈലറ്റിനെ അത്ര എളുപ്പത്തിലല്ല അമേരിക്ക രക്ഷപ്പെടുത്തിയത് എന്ന് ഇറാൻ റവല്യൂഷണറി കോർപ്പും പറയുന്നു. രക്ഷാപ്രവർത്തനത്തിനായി വ്യോമ പരിധിക്ക് മുകളിലൂടെ പറഞ്ഞതെല്ലാം ഇറാൻ വെടിവെച്ചിട്ടതായും ഗതാഗത വിമാനം ഉൾപ്പെടെ തകരാറിലാക്കിയതായും IRGC വെളിപ്പെടുത്തുന്നതായി ഇറാൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ സൈന്യത്തിന്റെ ഏകീകൃത കമാൻഡായ ഖദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വക്താവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പൈലറ്റിനെ രക്ഷിക്കാനുള്ള ഓപ്പറേഷനിടെ US സൈനികന് കനത്ത നാശനഷ്ടം സംഭവിച്ചെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇസ്ഫഹാന്റെ തെക്ക് ഭാഗത്ത് നിന്ന് C-130 സൈനിക ഗതാഗത വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും തകർക്കപ്പെട്ട വിമാനങ്ങളിൽ പെടുന്നവയാണ്. ഒരു ഇസ്രയേലി ഡ്രോണും വെടിവെച്ചിട്ടതായി ഇറാൻ മീഡിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ വിമാനങ്ങളൊക്കെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും IRGC പറയുന്നു. റിപ്പോർട്ടുകൾക്കൊപ്പം ഒരു തകർന്ന C-130 വിമാനത്തിന്റെ കത്തിക്കരഞ്ഞ അവശിഷ്ടങ്ങളും കറുത്ത പുകയും അടങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ രക്ഷാപ്രവർത്തനം പരാജയപ്പെട്ടു എന്ന് കൂടി ഇറാൻ വക്താക്കൾ പറയുന്നു. US-ന്റെ F-15E യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതിന് പിന്നാലെ ചാടി രക്ഷപ്പെട്ട US കേണൽ 2 ദിവസം കാണാമറയത്തിരുന്നു. തുടർന്ന് US പ്രത്യേക സംഘമെത്തി സങ്കീർണതകൾ നിറഞ്ഞ ഓപ്പറേഷനിലൂടെയാണ് പൈലറ്റിനെ രക്ഷപ്പെടുത്തി കുവൈറ്റിലേക്ക് ചികിത്സയ്ക്കായി മാറ്റിയതെന്ന് ഇന്നലെ പ്രസിഡന്റ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഒരു അമേരിക്കൻ പൗരന് പോലും ജീവൻ നഷ്ടമായില്ലെന്ന് വലിയ നേട്ടമായി കരുതുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഈ വാദം ശരിയല്ലെന്നാണ് ഇപ്പോൾ ഇറാൻ വക്താക്കൾ പറയുന്നത്. ലോകത്തെ ഏറ്റവും മാരകമായ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡസൻ കണക്കിന് വിമാനങ്ങളാണ് പൈലറ്റിനെ രക്ഷിക്കാനായി അമേരിക്ക അയച്ചതെന്ന് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേക ഫോഴ്സും സൈബർ ബഹിരാകാശ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഇതിനായി ഉപയോഗിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശത്രു രാജ്യത്ത് പോയി മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിലൂടെ പൈലറ്റുമാരെ രക്ഷിച്ചതെന്നും US അവകാശപ്പെട്ടു.
ഒരു അമേരിക്കൻ പൗരന് പോലും മരണം സംഭവിക്കുകയോ പരുക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്നും ട്രംപ് അവകാശപ്പെടുന്നു. തലസ്ഥാനമായ ടെഹ്റാനിലെ തെക്കു പടിഞ്ഞാറൻ നഗരത്തിൽ പുലർച്ചെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ജനവാസ മേഖലയിലാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഈസ്റ്റ് ലംഷറിനടുത്താണ് ആക്രമണം ഉണ്ടായത്. ഇറാനിലെ വാർത്താ ഏജൻസി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഏത് കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന വിവരം പുറത്തു വന്നിട്ടില്ല. പുലർച്ചെയുണ്ടായ വ്യോമാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേലോ US ഏറ്റെടുത്തിട്ടില്ല. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിന് ശേഷമാണ് ആക്രമണം ഉണ്ടായത്. ടെഹ്റാനിലെ ഷരീഫ് യൂണിവേഴ്സിറ്റിക്കെതിരെയും പുലർച്ചെ ആക്രമണം ഉണ്ടായിരുന്നു. ആക്രമണ ഭീഷണി ഉള്ളതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ളവരെ ഇവിടെ നിന്നും നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. വ്യോമാക്രമണത്തിൽ സർവകലാശാലയിലെ കെട്ടിടങ്ങൾക്ക് സാരമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള പ്രകൃതിവാതക വിതരണ കേന്ദ്രത്തിനും നാശനഷ്ടം ഉണ്ടായി. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഷരീഫ് സർവകലാശാലയിൽ നടക്കുന്നതായി നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നുണ്ട്. അതുകൊണ്ടാണ് സർവകലാശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സർവകലാശാലകൾ പോലെയുള്ള സുരക്ഷിത സ്ഥാനങ്ങൾ ആക്രമണം ഏകോപിപ്പിക്കാനായി ഇറാൻ തെരഞ്ഞെടുക്കുന്നുണ്ടെന്നാണ് US ആരോപിക്കുന്നത്. പുലർച്ചെ ടെഹ്റാനിലെ ഷിയ സെമിനാരി നഗരമായ കോമിന് നേരെ വ്യോമാക്രമണം ഉണ്ടായെന്ന ജനവാസ മേഖലയിലെ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ സഖ്യം നാശനഷ്ടങ്ങളുടെ കണക്കും കുറച്ച് ദിവസങ്ങളായി ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ പൂർണ്ണമായും ഒഴിപ്പിക്കൽ സ്ട്രാറ്റജി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാകുന്നു. ആണവ കേന്ദ്രങ്ങളെ ആയിരിക്കുമോ ലക്ഷ്യമിടുന്നത്, എണ്ണപ്പാടങ്ങളെ ആയിരിക്കുമോ ലക്ഷ്യമിടുന്നത്, 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നടക്കമുള്ള വമ്പൻ നീക്കങ്ങൾ സംഭവിക്കുകയാണ്.